പല ആളുകളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. ഇപ്പോൾ പല ആളുകളും ഇപ്പം ചില ഫ്രണ്ട്സ് വരെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഫുൾ നെഗറ്റീവാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ മൈൻഡിൽ വരുന്നുള്ളൂ, ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ലേൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമായിട്ടുള്ള പ്രോസസ്സല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ തന്നെ ചിന്തിച്ചാലറിയാം, നമ്മുടെ ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത, അതായത് ഇപ്പം എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു ലോക തോൽവിയാണ്, ഇങ്ങനത്തെ ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ പെരുമാറ്റത്തിൽ ബാധിക്കും, നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കുന്ന ഇമോഷൻസും ബിഹേവിയറും പിന്നീട് നമുക്ക് ആൻസൈറ്റിയും അതുപോലെ ഡിപ്രഷൻ പോലെയുള്ള അസുഖത്തിലേക്ക് വഴിതിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്ന തെറാപ്പിയാണ് CBT എന്ന് പറയും, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് പുതിയ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് നമുക്ക് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ലോജിക്കൽ ബ്രെയിനിനെ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് ഫുൾ പോസിറ്റിവിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും സാധിക്കും.